1 യോഹന്നാൻ 5 അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്, നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഓർമ്മിക്കുക, രക്തസാക്ഷിയായ വിശുദ്ധ ആഗ്നസ് കന്യകയുടെ ഓർമ്മദിനമാണിന്ന്. കുഞ്ഞാടെന്ന് വാച്യാർത്ഥമുള്ള ആഗ്നസ് 292 റോമിൽ ജനിച്ചു. ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് ഈ വിശുദ്ധയെ ചിത്രീകരിക്കാറുള്ളത്. ഈ പുണ്യവതിയുടെ തിരുനാൾ ദിവസം 2 കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ച് നെയ്തെടുത്ത പാലിയം അണിഞ്ഞാണ് ആർച്ച് ബിഷപ്പുമാർ ആശീർവദിക്കുന്നത്. റോമിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കുന്നതിന് റോമൻ യുവാക്കൾ അത്യധികം ആഗ്രഹിച്ചു. തന്റെ കന്യാത്വം ഒരു സ്വർഗീയ മണവാളന് നേർന്നിരിക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി. മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല. ഭഗ്നാശരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ച് റോമിലെ ന്യായാധിപന്മാരോട് പരാതി പറഞ്ഞതു പ്രകാരം ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചു. അവൾ അതിന് വഴിപെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ ശാരീരികമായും മാനസികമായും ഈ കൊച്ചുകുട്ടിയെ വളരെയധികം പീഡിപ്പിച്ചു. യേശു തന്റെ സ്വന്തമായവരെ സംരക്ഷിച്ചു കൊള്ളുമെന്നായിരുന്നു അവളുടെ മറുപടി. ഇതുകേട്ട് ക്രൂധനായ ന്യായാധിപൻ ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു. ഇത് എത്രയും വേദനാജനകമായിരുന്നെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവൾ നിർഭയം നിന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു യുവാവൊഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പലായനം ചെയ്തു. അശുദ്ധ താൽപര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിന്റെ പ്രകാശത്തോടെ അന്ധനായി. അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോൾ അവസാനം മരണവിധി പ്രഖ്യാപിച്ചു. ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നു പോയെങ്കിലും ആഗ്നസ് ആരാചാരന്മാരെ സസന്തോഷം അനുഗമിച്ചു. ഒരു നിമിഷ നേരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം അവൾ വാളിനിരയായി. 304 ആണ്ടിൽ 12 വയസ്സിൽ അവൾ രക്തസാക്ഷിത്വ മകുടം ചാർത്തി. നിങ്ങളുടെ വാൾ എന്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക, എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എന്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ആഗ്നസ് പറയുകയുണ്ടായി. ഈ കുഞ്ഞു വിശുദ്ധയുടെ ധീരമായ വിശ്വാസം ഇളം തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാപഭൂവിൽ നൊന്തു കേഴും മാനവർക്കു മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു ഭൂവിൽ. മാനവർക്കു മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു ഭൂവിൽ. പാപഭൂവിൽ നൊന്തു കേഴും മാനവർക്കു മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു ഭൂവിൽ.
പാരിന്റെ പാപങ്ങൾ ചുമലിലേറ്റി വഴിയും ജീവനും സത്യവുമേ നീ പാരിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കാൽവരിക്കുന്നിൽ കള്ളന്മാർ നടുവിൽ ക്രൂശിൽ മരിച്ചു നീ എൻ രക്ഷയ്ക്കായി. മൂന്നാം നാൾ രാവിൽ കല്ലറവാതിൽ നിന്നുയിർപ്പിനായി നീ തുറന്നു. പാപഭൂവിൽ നൊന്തു കേഴും മാനവർക്കു മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു ഭൂവിൽ. വിരിയുന്നു നിന്റെ നാമം എൻ വാഴ്വിൽ വിരിയുന്നു നിന്റെ രൂപം. നാവിൽ വിരിയുന്നു നിന്റെ നാമം എൻ വാഴ്വിൽ വിരിയുന്നു നിന്റെ രൂപം. നിൽക്കുന്നതെന്റെ ഉൾക്കണ്ണാലെന്ന് ഞാൻ അറിഞ്ഞു. നിൻ കയ്യിൽ എൻ്റെ കൈകോർത്തു നമ്മൾ സ്വർഗത്തിലേക്കായി മുന്നേറി. മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു ഭൂവിൽ. പാപഭൂവിൽ നൊന്തു കേഴും മാനവർക്കു മോക്ഷമേകാൻ ശാന്തി തൻ സന്ദേശവുമായി യേശുനാഥൻ വന്നു.